യേശുവിന്റെ ജനനം. അക്കാലത്ത് ലോകം ഒക്കെയും പേർവഴി ചേർക്കണം എന്ന് ഓഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനോസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിനെ താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിനെ ഗലീലയിലേക്ക് നസ്രത്ത് പട്ടണം വിട്ടു. അക്കാലത്ത് ലോകം അടക്കി ഭരിച്ചിരുന്ന ഓഗസ്തോസ് കൈസർക്ക് അധികാരം കിട്ടിയത് സ്വന്തം അമ്മാവനെ, നമ്മുടെയൊക്കെ പാർലമെന്റ് എന്ന് പറയുന്ന അവരുടെ ആ സ്ഥലത്ത് വെച്ച് കുത്തിമലർത്തിയാണ് അധികാരം കൈക്കലാക്കി. ആ ഓഗസ്തോസ് കൈസറാണ് ഈ ആജ്ഞ പുറപ്പെടുവിച്ചത്. പിന്നീട് കൈസറുടെ പേരൊക്കെ നമ്മൾ പട്ടിക്കൊക്കെ ഇടുന്ന കാലഘട്ടം വന്നു. അങ്ങനെ അങ്ങേര് ഓഗസ്തോസ് കൈസർ ആജ്ഞ പുറപ്പെടുവിച്ച ആജ്ഞയുടെ ഇതുപ്രകാരം അവിടെ ഗർഭിണിയാണോ പൂർണ്ണ ഗർഭിണിയാണോ എന്ന വിഷയമല്ല, രാജാവിന്റെ കൽപ്പനയാണ്. അനുസരിച്ചില്ലെങ്കിൽ തല പോകുന്ന കാലമാണ്. ആ കാലത്താണ് നസ്രത്ത് എന്ന പട്ടണത്തിൽ യോസഫ് പിതാവ് അവിടെ അത്യാവശ്യം പണികളൊക്കെ കുലത്തൊഴിലായ ആശാരിപ്പണിയൊക്കെ എടുത്ത്, അവിടെ കർഷക ഒരു ഗ്രാമമാണ്. കർഷകർക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയൊക്കെ പണികളൊക്കെ ആയിട്ട് അവിടെ താമസിച്ചു പോരായിരുന്നു യോസഫും മറിയയും. പൂർണ്ണ ഗർഭിണിയാണ്. രാജാവിന്റെ കൽപ്പന അനുസരിക്കാനായിട്ട് ബെത്ലഹേമിലേക്ക്, ദാവീദിന്റെ പട്ടണത്തിലേക്ക്, സ്വന്തം പട്ടണം. അന്ന് വളരെ ചെറിയൊരു ഗ്രാമമാണ്. ഈ പേർവഴി ചേർത്താനായിട്ട് ജനമെല്ലാം അങ്ങോട്ട് വന്നപ്പോൾ അവിടെ സത്രത്തിലൊന്നും സ്ഥലമില്ല. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിനെ ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയിൽ ബെത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടന്നു. പലരും അത് തെറ്റിച്ചാണ് പറയുന്നത്. വഴിയമ്പലത്തിലാണ് പ്രസവം നടന്നിട്ടുള്ളത്. അവിടെ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടന്നു എന്നാണ് ബൈബിള് നമ്മളെ പറഞ്ഞു പഠിക്കുക. പ്രസവം നടന്നത് വഴിയമ്പലത്തിലാണ്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടന്നു. അന്ന് ആ കാലത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളം, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു.
അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേപ്പിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുൻപേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. താങ്ക് യു.